ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ഇത് സെഷൻ 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ പ്രോസസ് മോഡൽ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് എഞ്ചിനീയറിംഗ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലിനെ ഡിഫറെന്റ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫേസസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒരു വലിയ ജോലിയെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമ്മൾ ഒരുമിച്ചല്ല നമ്മളത് അപ്രോച്ച് ചെയ്യുന്നത്, ഫേസ് ബൈ ഫേസ് ആയിട്ട്. അപ്പൊ അതിന്റെ ഫൗണ്ടേഷൻ ആദ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്യുക, ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, പിന്നെ ആണ് അടുത്ത ഘട്ടത്തിലേക്ക്. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഫേസ് ബൈ ഫേസ് ആയിട്ടാണ് നമ്മൾ സാധാരണ എല്ലാ പ്രൊജക്ടുകളും ചെയ്യുന്നത്. ഇപ്പൊ അത് സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകളായിക്കോട്ടെ, എന്ത് തരം പ്രൊജക്ടുകളും നമ്മൾ ഡിഫറെന്റ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ മാനേജബിൾ. അപ്പൊ ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് മോഡലും നമ്മൾ വേരിയസ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ഫേസിനും ഇവിടെ നമുക്കിതൊന്ന് വായിച്ചു പോവാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇൻ എ ഫേസ്ഡ് മാനർ. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഫേസസ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് മോഡൽ വിവിധ ഫേസുകൾ ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഈച്ച് ഫേസ് എൻഡ്സ് വിത്ത് എ ഡെഫിനിറ്റ് ഔട്ട്പുട്ട്. ഓരോ ഫേസിനും ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് ഉണ്ട്. ഓരോ ഫേസിനും നമ്മൾ ആ ഓരോ ഫേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനത് പറയാൻ വിട്ടു പോവാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കും അതിന്റെ ഓരോ ഫേസിന്റെ ഔട്ട്പുട്ട് എന്താണ്. ഫേസസ് ആർ പെർഫോംഡ് ഇൻ ആൻ ഓർഡർ. ഈ ഓരോ ഫേസ് ആ ഫേസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഓർഡറിലാണ്. ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന്റെ ഫേസസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അതിന്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യണം, ഫൗണ്ടേഷൻ കെട്ടണം, അതിന്റെ സ്ട്രക്ചർ. ഇപ്പൊ വലിയ ഹൈറൈസ് ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആണ് ഇമ്പോർട്ടന്റ്. അതിന്റെ പില്ലേഴ്സും ബീംസും ഒക്കെ വാർക്കണം, എന്നിട്ടാണ് ഭിത്തി കെട്ടുന്നത്. ചെറിയ ഒരു സിംഗിൾ സ്റ്റോറിയുടെ വീടാണെങ്കിൽ അതിന്റെ ഭിത്തി കെട്ടിയിട്ട് നമ്മൾ അതിന്റെ ലിൻഡൽ വർക്ക് പല പല സ്റ്റേജസ് ആയിട്ടാണ് അതിന്റെ നമ്മളത് ബിൽഡ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ ഇവിടെയും ഡെഫിനറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആയിട്ട് നമ്മളതിന് അതിന്റെ ആ ഒരു ഓർഡറിലാണ് ഫേസ് ബൈ ഫേസ് ആയിട്ട് നമ്മളതിന് പ്രോസസ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഫേസ്ഡ് പ്രോസസ് ബ്രേക്സ് ദി പ്രോബ്ലം ഓഫ് ഡെവലപ്പിംഗ് ദി സോഫ്റ്റ്വെയർ. ഇതിന് ബ്രേക്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജോബിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞൊരു ഇത് തന്നെയുണ്ട്. ഡിവൈഡ് ആൻഡ് കോൺകർ, ഡിവൈഡ് ചെയ്ത് നമ്മൾ കീഴടക്കും. നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഒക്കെ ഒരു സ്റ്റൈൽ അതായിരുന്നു, ഡിവൈഡ് ആൻഡ് കോൺകർ. അതായത് അപ്പൊ അതുപോലെ തന്നെ നമ്മളിവിടെ വലിയൊരു ജോബിനെ ചെറിയ ചെറിയ പീസസ് ആക്കി ബ്രേക്ക് ചെയ്തിട്ട് ഓരോന്നിനെയും നമ്മൾ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യും. അതാണ് ഫേസ്ഡ് മാനറിലുള്ള ഡെവലപ്മെന്റ്. ഈച്ച് ഫേസ് ഹാൻഡിൽസ് ഡിഫറെന്റ് കൺസേൺ ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഓരോ ഫേസും ഒരു പ്രത്യേക ജോലിയാണ്. ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കാര്യം പറഞ്ഞ പോലെ ഗ്രൗണ്ട് വർക്ക് ഒരു പ്രത്യേക ജോലിയാണ്. ഗ്രൗണ്ട് വർക്കിനുള്ള ആൾക്കാരല്ല വേണ്ടത് അടുത്ത ഫൗണ്ടേഷൻ കെട്ടാൻ. ഗ്രൗണ്ട് വർക്കിന് വേണ്ടത് നമുക്കിപ്പോ ഒരു ടെറൈൻ ഇങ്ങനെ വലിയ കുന്നും കുഴിയൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ JCB ഒക്കെ കൊണ്ടുവന്ന് ഗ്രൗണ്ട് നല്ല ലെവലാക്കുക, എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷൻ വർക്ക് നോക്കുക. അപ്പം അതിന്റെ ഓരോ ഫേസിലും വേണ്ട സ്കിൽസും വേറെയാണ്, നമ്മളവിടെ ചെയ്യുന്ന ജോലിയും വേറെയാണ്. ഓരോന്നും നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ എന്താണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഫേസസ്. ആദ്യം തൊട്ട് ഫിസിബിലിറ്റി സ്റ്റഡി, റിക്വയർമെന്റ് അനാലിസിസ്, സോഫ്റ്റ്വെയർ ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. ഇതാണ് വേരിയസ് ഫേസസ് ഓഫ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. ഇത് നമുക്ക് പല ബുക്സിലും അല്ലെങ്കിൽ പല മെത്തഡോളജിയിലും ഇതിന് ചെറിയ ചെറിയ വേരിയേഷൻസ് കാണും. ഇപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 6 ഫേസസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ചില മെത്തഡോളജീസിൽ, ചില പ്രോസസ് മോഡലിൽ ഇതുപോലെ ആയിരിക്കണമെന്നില്ല, ഇതേ പേരുകളിൽ അറിയപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ഇതേ
ഇത്രയും കാണണമെന്നില്ല. ചിലപ്പോൾ ഇതിന് ചില പ്രോസസ് മോഡലിൽ ഇതിനെ കൂടുതലായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യും. ഇപ്പൊ റിക്വയർമെന്റ് അനാലിസിസ് തന്നെ വീണ്ടും റിക്വയർമെന്റ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ് അത് വേറെ വേറെ ആക്കും. സോഫ്റ്റ്വെയർ ഡിസൈൻ തന്നെ ടോപ്പ് ലെവൽ ഡിസൈൻ, ഡീറ്റെയിൽ ഡിസൈൻ അത് വേറെ വേറെ ആക്കും. അങ്ങനെ കോഡിങ് തന്നെ കോഡിങ്ങും ടെസ്റ്റിങ്ങും, കോഡിങ്ങിനുള്ളിലെ ടെസ്റ്റിങ്ങും, അങ്ങനെയൊക്കെ നമുക്ക് പല മോഡൽസിലും പല രീതിയിൽ ഫേസസ് ഡിവൈഡ് ചെയ്യാറുണ്ട്. ജനറലി നമുക്ക് 6 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി, റിക്വയർമെന്റ് അനാലിസിസ്, സോഫ്റ്റ്വെയർ ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഇപ്പം നോക്കാം. ഇവിടെ നമ്മൾ ഓരോന്നും അതിന്റെ ഒരു ജസ്റ്റ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഇവിടെ പറയുന്നുള്ളൂ. അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പോകുമ്പോൾ ഈ ഓരോ ഫേസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളത് എന്താണെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാണ്. ഫസ്റ്റ്, ഫീസിബിലിറ്റി സ്റ്റഡി, ചെക്കിംഗ് വെദർ ദി പ്രൊപ്പോസ്ഡ് സോഫ്റ്റ്വെയർ ഇസ് ടെക്നിക്കലി ആൻഡ് കൊമേഴ്സ്യലി ഫീസിബിൾ. അതാണ് ഇവിടെ ഇതിന്റെ ജോലി. ഞാൻ പറഞ്ഞു ഓരോ ഫേസിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഔട്ട്പുട്ട് വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ ഓർ നോട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ, പ്രൊപ്പോസ്ഡ് സോഫ്റ്റ്വെയർ ടെക്നിക്കലി ഫീസിബിൾ ആണോ എന്ന് വെച്ചാൽ അത് ടെക്നിക്കലി ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ, നമുക്ക് അറിവ്, നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി കൊണ്ട്, നമുക്ക് കയ്യിലുള്ള പ്രോഗ്രാമിംഗ് നോളജ് കൊണ്ടും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കൊണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ അല്ലയോ, യെസ് ഓർ നോ, ടെക്നിക്കലി ഫീസിബിൾ ഓർ നോട്ട്. അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ടെക്നിക്കൽ സ്കിൽസ് കൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, യെസ്, അല്ലെങ്കിൽ പറ്റില്ല, നോ. ആ രണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത്. കൊമേഴ്സ്യലി ഫീസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ, പ്രൊപ്പോസ്ഡ് സോഫ്റ്റ്വെയർ കൊമേഴ്സ്യലി നമുക്ക് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വെളിയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ആവശ്യമുണ്ടോ ഇല്ലയോ, അതൊരു ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ആണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ കൊമേഴ്സ്യലി ഫീസിബിൾ. നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് വെറുതെ പൂട്ടി വെക്കാൻ വേണ്ടിയല്ല, അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അത് യൂസേഴ്സിന് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ് കൊമേഴ്സ്യലി ഫീസിബിൾ ഓർ നോട്ട് എന്നുള്ളതിന്റെ ആൻസർ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇവിടെ വേണ്ടത്. ടെക്നിക്കലി ഫീസിബിൾ ആണോ, യെസ് ഓർ നോ, കൊമേഴ്സ്യലി ഫീസിബിൾ ആണോ, യെസ് ഓർ നോ. അതാണ് ഇവിടെ നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. അടുത്ത എന്താന്ന് നോക്കാം. അടുത്തത് സെക്കൻഡ് ഫേസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, റിക്വയർമെന്റ് അനാലിസിസ്. ഇവിടെ നമ്മൾ ആ പ്രോബ്ലത്തെ പഠിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് പ്രോബ്ലത്തിനാണോ നമ്മൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ആ പ്രോബ്ലത്തെ പഠിച്ചിട്ട് എന്ത് സൊല്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്വയർമെന്റ് അനാലിസിസ്. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് ഓർ അനാലിസിസ്. പ്രോബ്ലം മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുക, അതാണ് ഒരു ആക്ടിവിറ്റി. റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, രണ്ടാമത്തെ ആക്ടിവിറ്റി റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണ് റിക്വയർമെന്റ് അനാലിസിസ്? The software requirements are description of features and functionalities of the target system. ടാർഗറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസ്ഡ് സിസ്റ്റം. നമ്മൾ ഏത് സിസ്റ്റമാണോ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ആ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസിന്റെ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് വേണം, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്താണ് നമ്മൾ കുറേ പറയാം. അപ്പൊ അതിനു മുമ്പ് ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം നമ്മൾ പറഞ്ഞു ദി സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ആർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ഓഫ് ദി ടാർഗറ്റ് സിസ്റ്റം. രണ്ടാമത് റിക്വയർമെന്റ്സ് കൺവേ ദി എക്സ്പെക്ടേഷൻസ് ഓഫ് യൂസേഴ്സ് ഫ്രം ദി സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. ഈ റിക്വയർമെന്റ്സ് ആണ് ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൽ നിന്നും എൻഡ് യൂസേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റിക്വയർമെന്റ്സ് ആണ്. അപ്പൊ എൻഡ് യൂസേഴ്സിന് എന്തൊക്കെയാണോ ഫങ്ഷണാലിറ്റീസ് ആവശ്യമുള്ളത് അതാണ് ഈ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ദ റിക്വയർമെന്റ്സ് ക്യാൻ ബി ഓബ്വിയസ് ഓർ ഹിഡൻ, നോൺ ഓർ അൺനോൺ, എക്സ്പെക്ടഡ് ഓർ അൺഎക്സ്പെക്ടഡ് ഫ്രം ക്ലയൻസ് പോയിന്റ് ഓഫ് വ്യൂ. ക്ലയൻസ് പോയിന്റ് ഓഫ് വ്യൂവില് ചിലപ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ അത് ഹിഡൻ ആയിരിക്കും, നമുക്കത് ഒറ്റ നോട്ടത്തിൽ കാണാത്ത ചില റിക്വയർമെന്റ്സ് വരാം. ക്ലയന്റിന് അറിയാവുന്നതും അറിയാൻ മേലാത്തതുമായ റിക്വയർമെന്റ്സ് കാണാം.
നാച്ചുറലി എക്സ്പെക്ട് ചെയ്യുന്നതും എന്നാൽ നാച്ചുറലി എക്സ്പെക്ട് ചെയ്യാത്തതുമായ, ഇതിപ്പോ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണ്. ഇത് നമ്മൾ റിക്വയർമെന്റ് അനാലിസിസ് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഓരോ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു ചെറുതായിട്ട് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പൊ ഒരു നമ്മളിപ്പോ പോളിടെക്നിക്കിന്റെ ഓഫീസ് സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ് ചെയ്യാൻ പോകും. സോഫ്റ്റ്വെയർ വഴി ഓട്ടോമേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു പോളിടെക്നിക്കിന്റെ ഓഫീസിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടെ ഏതൊക്കെ തരം യൂസേഴ്സ് ഉണ്ട്, ഓരോ യൂസർക്കും എന്തെല്ലാം ഫങ്ഷണാലിറ്റീസ് വേണം, ഇതൊക്കെ നമ്മൾ റിക്വയർമെന്റ് അനാലിസിസിൽ ഉൾപ്പെടുത്തും. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ അഡ്മിഷൻ ഒരു പ്രോസസ്സാണ്. അഡ്മിഷനകത്ത് കാൻഡിഡേറ്റ്സിന് ജനറൽ പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് വേണം. അതുവഴി ആപ്ലിക്കേഷൻസ് നമുക്ക് അയക്കാൻ പറ്റണം. ആ ആപ്ലിക്കേഷൻസ് ഓഫീസ് സൈഡിൽ റിസീവ് ചെയ്യണം. ഒരു ഡേറ്റാബേസിൽ ആരൊക്കെ അപ്ലൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ പ്രോസസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും, സീറ്റ് അലോക്കേഷൻ ചെയ്യും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിഷൻ പ്രോസസ്സിനകത്ത് ഇപ്പം കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻസ് ഉണ്ട്, അതിനകത്ത് പല കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആസ് പെർ ദ റൂൾ നമ്മൾ ആ അഡ്മിഷൻ പ്രൊസീജിയർ പറയുന്നതനുസരിച്ച്, പ്രോസ്പെക്ടസ് പറയുന്നതനുസരിച്ചുള്ള ബിസിനസ് റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്ത് വേണം ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനും അലോക്കേഷൻ ചെയ്യാനും ഒക്കെ. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും വരുന്ന ഓബിയസ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്, പക്ഷെ നമ്മൾ കാണാത്ത കുറച്ച് ഹിഡൻ കാര്യങ്ങളും അവിടെ വരും. നാച്ചുറലി വരുന്ന ഇപ്പൊ ഒരു പ്രോസസ് എന്ന് പറയുമ്പോൾ അതിനൊരു നാച്ചുറൽ ഫ്ലോ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ അഡ്മിഷൻ, ഒരു നോർമൽ കുട്ടിയുടെ കേസിൽ അവൻ അപ്ലൈ ചെയ്യുന്നു, അവൻ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അവന് റാങ്ക് ലിസ്റ്റിൽ അവന് റാങ്ക് ഒരു പർട്ടിക്കുലർ റാങ്കിലേക്ക് വരുന്നു. ആ റാങ്കിനനുസരിച്ച് അലൊക്കേഷൻ വരുമ്പോൾ അവനൊരു പർട്ടിക്കുലർ കോളേജിൽ അവന്റെ ചോയ്സ് അനുസരിച്ചുള്ള ഒരു കോളേജിൽ അവന്റെ ചോയ്സ് അനുസരിച്ചുള്ള ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നു, അവൻ അവിടെ വന്ന് ചേരുന്നു. ഇതൊരു നോർമൽ പ്രോസസ്സാണ്. ഇനി ഇതിനകത്ത് ഒരു നോർമൽ പ്രോസസ്സ് അല്ലാതെ വരുന്നത് അവന് ചോദിച്ചിരിക്കുന്നിടത്തൊന്നും കിട്ടുന്നില്ല, അവന്റെ ചോയ്സ് അനുസരിച്ചല്ല, പക്ഷെ അവന്റെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് അവന് ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവന് നമ്മൾ അഡീഷണൽ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് അല്ലാത്ത ഒരു പ്രോസസ്സ് വരെയാണ്. അപ്പൊ അതാണ് ഹിഡൻ അല്ലെങ്കിൽ ഒബിയസ് അല്ലാത്തത് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ധാരാളം ഉണ്ട്. ഇപ്പൊ നോൺ അൺനോൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു TC ഇഷ്യൂ ചെയ്യുന്ന കേസ്, ഇപ്പൊ സ്റ്റുഡന്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് തൊട്ട് ഇവൻ 3 വർഷം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യണം. അപ്പൊ TC ഇഷ്യൂ ചെയ്യുന്ന കേസിൽ പല കേസുകൾ വരാം. നോർമൽ കേസിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് TC വാങ്ങിച്ചു പോകുന്നതാണ് ഒരു നോർമൽ ഫ്ലോ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഹിഡൻ ഫ്ലോസ് വരാം. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കോഴ്സ് നിർത്തിയിട്ട് TC വാങ്ങിച്ചു പോകാം, ഇടയ്ക്ക് വെച്ച് കോഴ്സ് നിർത്തി പോയവൻ വേറെ 10 വർഷം കഴിഞ്ഞ് TC വാങ്ങിക്കാൻ വരാം. അപ്പൊ അങ്ങനെ അബ്നോർമൽ ഫ്ലോസ് ഇതിനകത്ത് വരും. അതാണ് നമ്മൾ ഓബിയസ് അല്ലെങ്കിൽ ഹിഡൻ, നോൺ ഓർ അൺനോൺ, എക്സ്പെക്ടഡ് ഓർ അൺഎക്സ്പെക്ടഡ്, അങ്ങനെ തിരിക്കാൻ കാര്യത. എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഉണ്ട്, അൺഎക്സ്പെക്ടഡ് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഈ അൺഎക്സ്പെക്ടഡ് ഫങ്ഷനാലിറ്റീസ് വരുന്നത് വൺസ് ഇൻ 10 years ആയിരിക്കും. പക്ഷെ അതിനെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ അത്ര പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ അൺനോൺ ആയിട്ടും ഹിഡൻ ആയിട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടും വരാൻ സാധ്യതയുള്ള ആവശ്യമായിട്ടുള്ള ഫങ്ഷനാലിറ്റീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു റിക്വയർമെന്റ് അനാലിസിസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ റിക്വയർമെന്റ് അനാലിസിസ് അല്ലെങ്കിൽ ആ സ്പെസിഫിക്കേഷൻ ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. അല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പൊ യൂസേഴ്സിന്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ സോഫ്റ്റ്വെയറിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, ഇവരൊക്കെയാണ്. അപ്പൊ ഇപ്പൊ നമ്മളിത് ചെയ്യുന്ന അഡ്മിഷൻ ചാർജ് ഉള്ള ഒരു ഓഫീസിലെ സ്റ്റാഫിന്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം നമുക്ക് കുറെ ഫങ്ഷനാലിറ്റീസ് പറഞ്ഞു തരും, ഇന്ന ഫങ്ഷനാലിറ്റീസ് ആണ് വേണ്ടത്. പക്ഷെ ഈ പറഞ്ഞ ഹിഡൻ, അൺനോൺ, അൺഎക്സ്പെക്ടഡ് ഇതൊന്നും അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ അതെല്ലാം പറയാം, കുറെയൊക്കെ പറയാം, എല്ലാം ഒന്നും പറയണമെന്നില്ല. പക്ഷെ ചിലർക്ക് ആ ഓബിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ആദ്യത്തെ കേസിൽ പറഞ്ഞു തരുള്ളൂ. അപ്പം ഓബിയസ് അല്ലാത്ത ഹിഡൻ, അൺനോൺ, അൺഎക്സ്പെക്ടഡ് ഫീച്ചേഴ്സും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് അതിന്റെ മീനിങ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അത് റിക്വയർമെന്റ് അനാലിസിസ് പഠിക്കുമ്പോൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുക, നിങ്ങൾ അതിനകത്ത് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടോളുക. റിക്വയർമെന്റ് അനാലിസിസ്
അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ദി പ്രോസസ് ടു ഗ്യാദർ ദി സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഫ്രം ക്ലയന്റ്, അനലൈസ് ആൻഡ് ഡോക്യുമെന്റ് ദം ഇസ് നോൺ ആസ് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? നമ്മൾ ഗ്യാദർ ചെയ്യണം, എന്ത് റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യണം. കുറച്ച് കഴിഞ്ഞു ഒരു ക്ലാസ്സിൽ റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യണം, അനലൈസ് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. അതാണ് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 3 ആക്ടിവിറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു: റിക്വയർമെന്റ് ഗ്യാദറിംഗ്, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റേഷൻ. റിക്വയർമെന്റ് അനാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഗ്യാദറിംഗിന്റെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, എങ്ങനെ അത് അനലൈസ് ചെയ്യും, എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യും എന്ന് പറയും. The goal of requirement engineering is to develop and maintain sophisticated and descriptive system requirement specification document. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. സിസ്റ്റം റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ്, അതായത് SRS. അതാണ് ഔട്ട്പുട്ട് ഓഫ് റിക്വയർമെന്റ് അനാലിസിസ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫേസസിലെ രണ്ടാമത്തെ ഫേസ് ആണ് റിക്വയർമെന്റ് അനാലിസിസ്. അതിന്റെ ഔട്ട്പുട്ട് SRS എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് ആണ്. ഇനിയും അടുത്ത ഫേസസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ SRS എന്ന് പറയുന്ന സ്പെസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ആദ്യം തൊട്ട് ഒരു ഓർഡറിലാണ്. ഈ ഒരു ഓർഡറിൽ പോയി ആദ്യം നമ്മൾ ഫീസിബിൾ ആണോ നോക്കി, രണ്ടാമത് അതിന്റെ സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് വേണം അടുത്ത ഫേസിലേക്ക് പോകാൻ. അപ്പോൾ ആ ഓർഡർ ഒരു പ്രത്യേക ഓർഡറിലാണ് ഈ ഫേസസിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫേസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ആണ്. അപ്പോൾ നമ്മൾ നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിൽ SRS ഉണ്ട്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ SRSന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ ഡിസൈനിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ SRS ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റിനെ ഒരു ഇംപ്ലിമെന്റബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈനിന്റെ ജോലി. നമ്മളൊരു പ്രോഗ്രാമിംഗ് റെഡിയാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ഡിസൈനിന്റെ ജോലി. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ടു പ്ലാൻ എ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം സ്പെസിഫൈഡ് ബൈ ദി റിക്വയർമെന്റ്സ് ഡോക്യുമെന്റ്. റിക്വയർമെന്റ് ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ ഇതിന്റെ സൊല്യൂഷൻ പ്ലാൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിസൈനിന്റെ ജോലി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മൂവിങ് ഫ്രം ദി പ്രോബ്ലം ഡൊമൈൻ ടു സൊല്യൂഷൻ ഡൊമൈൻ. സോഫ്റ്റ്വെയർ ഡിസൈനിലാണ് നമ്മൾ പ്രോബ്ലം ഡൊമൈനിൽ നിന്നും സൊല്യൂഷൻ ഡൊമൈനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഇതുവരെ നമ്മൾ പ്രോബ്ലം ഡൊമൈനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും റിക്വയർമെന്റ്സ് ഒക്കെ സ്വീകരിച്ചു, അനലൈസ് ചെയ്തു. റിക്വയർമെന്റ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഓരോ യൂസർക്കും എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ആണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. അത് അവരുടെ എക്സിസ്റ്റിംഗ് ജോബിൽ നിന്നും അവരെ ഇന്റർവ്യൂ ചെയ്തും അവർ പറയുന്ന ഫംഗ്ഷനാലിറ്റീസും അതിനപ്പുറത്ത് അവർ കാണാത്ത ഫംഗ്ഷനാലിറ്റീസും കൂടെ ചേർത്ത് ആണ് നമ്മൾ റിക്വയർമെന്റ്സ് ഉണ്ടാക്കുന്നത്. അതിനെ ഒരു ഇംപ്ലിമെന്റബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നത്. മോസ്റ്റ് ക്രിട്ടിക്കൽ ഫാക്ടർ അഫക്റ്റിംഗ് ദി ക്വാളിറ്റി. അവ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ആണ് ഒരു ക്രിട്ടിക്കൽ ഫേസ് ആണ്. ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ഭംഗിയായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല ക്വാളിറ്റി സോഫ്റ്റ്വെയറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം റിക്വയർമെന്റ് അനാലിസിസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്ന ഫേസ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് SRS ഡോക്യുമെന്റിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസിനെ, ഫീച്ചേഴ്സിനെ ഇംപ്ലിമെന്റബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3 തരം ഡിസൈൻ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്: ആർക്കിടെക്ചർ ഡിസൈൻ, ഹൈ ലെവൽ ഡിസൈൻ, ഡീറ്റെയിൽഡ് ഡിസൈൻ. ആർക്കിടെക്ചർ ഡിസൈനും ഹൈ ലെവൽ ഡിസൈനും ടോപ്പ് ലെവൽ ഡിസൈൻസ്. ഈ ഡീറ്റെയിൽഡ് ഡിസൈനിലാണ് നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പൊ ആർക്കിടെക്ചർ ഡിസൈനിൽ അതിന്റെ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്, എത്ര മൊഡ്യൂൾസ് ആണ്, ആ മൊഡ്യൂൾസ് ഒക്കെ എങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ട്, ഇതിന്റെയൊക്കെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഈ ആർക്കിടെക്ചർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആർക്കിടെക്ചർ ഡിസൈൻ നോക്കിയാൽ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. എന്തൊക്കെ മൊഡ്യൂൾസ് ഉണ്ട്, ആ മൊഡ്യൂൾസിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, ഇതെങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നു, ഇതൊക്കെയാണ് ആർക്കിടെക്ചർ ഡിസൈനിൽ നമുക്ക് കാണുന്നത്. ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ആർക്കിടെക്ചർ ഡിസൈൻ തന്നെ ഒരു ഹൈ ലെവൽ ഡിസൈനാണ്. അത് കൂടാതെ അതിന് ടോപ്പ് ലെവലിലുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്തതാണ് ഹൈ ലെവൽ ഡിസൈൻ. ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷനാലിറ്റീസും ഫംഗ്ഷൻസും എങ്ങനെ പ്രോഗ്രാം എങ്ങനെ അതിന്റെ അൽഗരിതവും ഫ്ലോ ചാർട്ടും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ഡിസൈനകത്ത് കാണും. ഒരു നല്ല ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ
അതിനകത്ത് ഇപ്പൊ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ഒരു ഓരോ വെബ് പേജും എങ്ങനെ കാണണം, എങ്ങനെ അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ മുതൽ അതിന്റെ എല്ലാ ഫങ്ഷണാലിറ്റീസും അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണോ അതിന്റെ അതെന്താണ്, ആക്ടിവിറ്റി എന്താണ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അൽഗരിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ഡിസൈനിങ് ആണ്. അപ്പം പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം ഈ ഡീറ്റെയിൽഡ് ഡിസൈൻ കയ്യിലുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് കോഡായിട്ട് അല്ലെങ്കിൽ സോഴ്സ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. സോഫ്റ്റ്വെയർ ഡിസൈൻ മെത്തഡോളജി. സോഫ്റ്റ്വെയർ ഡിസൈനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ഡിസൈൻ മെത്തഡോളജിയാണ്. ആ ഡിസൈൻ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ക്രിയേറ്റ് എ ഡിസൈൻ ബൈ ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ് ഓഫ് ടെക്നിക്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഓരോ ഈ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലിനകത്തെ ഫേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലിലും സെറ്റ് ഓഫ് ടെക്നിക്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഓരോ കമ്പനി ഫോളോ ചെയ്യുന്നത് ഓരോ പ്രോസസ് മോഡലായിരിക്കും. അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ ആർജിച്ചെടുത്ത നോളജ് വെച്ചാണ് അവർ പ്രോസസ് മോഡൽ ഫിക്സ് ചെയ്യുന്നത്. ആ പ്രോസസ് മോഡലിൽ അവരുടെ കമ്പനിയിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് ഗൈഡ് ലൈൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി ചെന്നാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, നമ്മളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് അവരുടെ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്താണ്. സോഫ്റ്റ്വെയർ ഡിസൈനിന് ഒരു മെത്തഡോളജി ഉണ്ടായിരിക്കും. ആ മെത്തഡോളജിക്ക് നമ്മൾ ഡിസൈൻ മെത്തഡോളജി എന്ന് പറയും. ആ ഡിസൈൻ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ക്രിയേറ്റ് എ ഡിസൈൻ ബൈ ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ് ഓഫ് ടെക്നിക്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഓരോ കമ്പനിക്കും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നിക്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. അത് അവരുടെ പ്രോസസ് മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഈ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് ഓരോ ഫേസും എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക്, ഒരു പ്രോഗ്രാമർക്ക്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഈ പ്രോസസ് മോഡൽ ഡോക്യുമെന്റ് പഠിച്ചിട്ട് ആ കമ്പനിയിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് കോഡിംഗ് ഓർ ഇംപ്ലിമെന്റേഷൻ. കോഡിങ്ങിന്റെ പേര് തന്നെ വേറൊരു പേരാണ് ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിസൈനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ടു ട്രാൻസ്ലേറ്റ് ദ ഡിസൈൻ ഓഫ് ദി സിസ്റ്റം ഇൻ ടു കോഡ് ഇൻ എ ഗിവൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ ഇതുവരെയുള്ള പ്രോസസ്സിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ആദ്യം ചെയ്ത ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് അറിയേണ്ട ഒരു ആവശ്യമില്ല. റിക്വയർമെന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ടൂളോ എൻവയോൺമെന്റോ ഉപയോഗിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ ആവശ്യം. പക്ഷേ ഇവിടെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് തീരുമാനിച്ചിട്ട് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമ്മൾ ഡിസൈനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഇൻടു സോഴ്സ് കോഡാണ് ശരിക്കും ഈ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഇനിയും ഡിസൈൻ ഞാൻ പറഞ്ഞു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡീറ്റെയിൽഡ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സ്വഭാവം അനുസരിച്ച് അതിന്റെ ചില ഫീച്ചേഴ്സിനെ എന്റെ അഡ്വാൻറ്റേജ് എടുക്കത്തക്ക രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ഡിസൈൻ ചെയ്യാറുണ്ട്. അതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഡീറ്റെയിൽഡ് ഡിസൈൻ സ്റ്റേജിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തീരുമാനിച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഓരോ കമ്പനികളും ഓരോ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അത് അങ്ങനെ അവിടെ ഡീറ്റെയിൽ ഡിസൈൻ സ്റ്റേജിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തീരുമാനിച്ചിട്ട് ചെയ്യാം, അല്ലാതെ ചെയ്യാം. അപ്പൊ ഏതായാലും കോഡിംഗ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡിസൈനെ സോഴ്സ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് കോഡ് ചെയ്യാൻ, പ്രോഗ്രാം ചെയ്യാൻ, അതിനാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എ ഗിവൺ ഡിസൈൻ ദി എയിം ഇൻ ദിസ് ഫേസ് ഇസ് ടു ഇംപ്ലിമെന്റ് ദി ഡിസൈൻ ഇൻ ദി ബെസ്റ്റ് പോസിബിൾ മാനർ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിസൈനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ ഒരു സോഴ്സ് കോഡായിട്ട് മാറ്റുക, കോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. എ വെൽ റിട്ടൺ കോഡ് ക്യാൻ റെഡ്യൂസ് ദി ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആൻഡ് എഫർട്ട്. നന്നായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കോഡ് നമ്മുടെ ടെസ്റ്റിംഗ് കോസ്റ്റ്, അതിന്റെ അടുത്ത ഫേസസ് ആണ് മെയിൻ്റനൻസ്, ടെസ്റ്റിംഗ് മെയിൻ്റനൻസ്. ഇപ്പം നമ്മൾ കോഡിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഫേസിലാണ്. അടുത്ത ഫേസസ് ആണ് ടെസ്റ്റിംഗും മെയിൻ്റനൻസും. അപ്പൊ ആ ഫേസസിലെ കോസ്റ്റ് അല്ലെങ്കിൽ എഫേർട്ട് കുറയ്ക്കാൻ പറ്റും. എവിടെ?
നല്ല രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞാൽ നല്ല റീഡബിൾ ആയിട്ട് മെയിൻറ്റൈനബിൾ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോഡാണെങ്കിൽ ആവശ്യത്തിന് കമന്റ്സും ഒക്കെ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന കോഡാണെങ്കിൽ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോഡിങ്ങിന്റെ റീഡബിലിറ്റി, മെയിൻറ്റൈനബിലിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് സോഴ്സ് കോഡാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ ഫേസുകളുടെ ഒക്കെ ഔട്ട്പുട്ട് എന്തായിരുന്നു? ആദ്യം പറഞ്ഞ ഫേസ് ഫീസിബിലിറ്റി സ്റ്റഡി, അതിന്റെ ഔട്ട്പുട്ട് യെസ് ഓർ നോ, ഫീസിബിൾ ഓർ നോട്ട്, ടെക്നിക്കലി ആൻഡ് കൊമേഴ്സ്യലി ഫീസിബിൾ ഓർ നോട്ട്. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഔട്ട്പുട്ട്. അവിടെ ഒരു യെസ് ഓർ നോ ആൻസർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് റിക്വയർമെന്റ് അനാലിസിസിൽ നമ്മുടെ ഔട്ട്പുട്ട് SRS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. സിസ്റ്റം റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ SRS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റിക്വയർമെന്റ് അനാലിസിസിന്റെ ഔട്ട്പുട്ട്. അടുത്ത ഫേസിലെ ഡിസൈനിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മുടെ ഔട്ട്പുട്ട് ഒരു ഡിസൈൻ ഡോക്യുമെന്റ് ആണ്, സിസ്റ്റം ഡിസൈൻ ഡോക്യുമെന്റ്. അവിടെ 3 ഔട്ട്പുട്ട് വരാം. ആർക്കിടെക്ചറൽ ഡിസൈൻ ഉണ്ട്, അതൊരു ഡയഗ്രാം ആയിരിക്കും. ടോപ്പ് ലെവൽ ഡിസൈൻ ഉണ്ട്, അത് ഡയഗ്രാം കാണും, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഡിസ്ക്രിപ്ഷനും കാണും. ഡീറ്റെയിൽഡ് ഡിസൈൻ ഉണ്ട്, അതിനകത്ത് ആൽഗരിതംസ് ഉണ്ട്, ഫ്ലോ ചാർട്ട് ഉണ്ട്, ഡയഗ്രാംസ്, ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, സ്റ്റേറ്റ് കേസുകളുണ്ട്, യൂസ് കേസ് ഡയഗ്രാംസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ഡിസൈനകത്ത് അത്രയും വരും. അപ്പൊ അവിടെ ഡിസൈൻ ഡോക്യുമെന്റ് ആണ്. ഇവിടെ നമ്മൾ അടുത്ത കോഡിംഗ് സ്റ്റേജിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സോഴ്സ് കോഡാണ്. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമാണ് സോഴ്സ് കോഡ്. ടെസ്റ്റിംഗ്, അടുത്ത ഫേസ് ടെസ്റ്റിംഗ് ആണ്. ഇതൊരു ക്വാളിറ്റി കൺട്രോൾ മെഷർ ആണ്. നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ നല്ല ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടെസ്റ്റിംഗിന്റെ ഉദ്ദേശം. അപ്പൊ ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ എല്ലാ മാനുഫാക്ചറിംഗ് കമ്പനിയിലും QC ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ്, ക്വാളിറ്റി ചെക്കിംഗ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും അതിൻ്റെതായ അർത്ഥത്തിൽ അത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ടെസ്റ്റിംഗിൽ ഉദ്ദേശിക്കുന്നത്. ടു ഡിറ്റക്ട് ഡിഫക്ട്സ് ഇൻ ദി സോഫ്റ്റ്വെയർ, നമ്മുടെ സോഫ്റ്റ്വെയറിൽ കടന്നുകൂടാതിരിക്കുന്ന എറേഴ്സും ഡിഫക്ട്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടെസ്റ്റിംഗിന്റെ ഉദ്ദേശം. എന്നിട്ട് എറർ ഫ്രീ ആക്കി വേണം നമ്മൾ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യാൻ. ദി ഗോൾ ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു അൺകവർ റിക്വയർമെന്റ് ഡിസൈൻ ആൻഡ് കോഡിംഗ് എറേഴ്സ് ഇൻ ദി പ്രോഗ്രാംസ്. അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം എറർ, ഏതൊക്കെ സ്റ്റെപ്പിൽ എറർ വരാം? റിക്വയർമെന്റ് സ്റ്റേജിൽ, റിക്വയർമെന്റ് അനാലിസിസ് സ്റ്റേജിൽ എറർ കടന്നുകൂടാം, ഡിസൈൻ സ്റ്റേജിൽ എറർ കടന്നുകൂടാം, കോഡിംഗ് സ്റ്റേജിൽ എറർ കടന്നുകൂടാം. അപ്പൊ ഈ റിക്വയർമെന്റ് സ്റ്റേജിൽ കടന്നുകൂടിയ എറർ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അത് വലിയൊരു എറർ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ 3 ഫേസിലും കടന്നുകൂടിയിരിക്കുന്ന എറേഴ്സിനെ, ഡിഫക്ട്സിനെ ഡിറ്റക്ട് ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടെസ്റ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് ടെസ്റ്റ് റിപ്പോർട്ടാണ്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് ആണ് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് മെയിൻ്റനൻസ് സ്റ്റേജ് ആണ്. മെയിൻ്റനൻസ് സ്റ്റേജിൽ കറക്റ്റ് ഫോൾട്ട്സ്, improve the design, implement enhancements, interface with other systems, accommodate programs so that different hardware, software, system features and telecommunication facilities can be used, migrate legacy software, retire software. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷവും അതിനകത്ത് ചില പ്രത്യേക ഫങ്ഷണാലിറ്റീസ് ചെയ്യുമ്പം ഒരു മാൽ ഫങ്ഷനിങ് ഉണ്ടാകാം, എന്തെങ്കിലും എറർ ഉണ്ടാകാം, അബ്നോർമൽ ടെർമിനേഷൻസ് ഉണ്ടാവാം. അതൊക്കെ അതാത് സമയത്ത് ഡിറ്റക്ട് ചെയ്യുകയും അത് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയും വേണം. അപ്പൊ അത് നമ്മൾ മെയിൻ്റനൻസ് സ്റ്റേജിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു എറർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്ത് അയക്കാൻ വേണ്ടി. ഇപ്പം തന്നെ നമുക്കറിയാം പോപ്പുലർ ആയിട്ടുള്ള പല സോഫ്റ്റ്വെയറുകൾ ഇൻക്ലൂഡിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ OS-ലൊക്കെ തന്നെ എറേഴ്സ് ഇടയ്ക്ക് നോട്ടീസ് ചെയ്യുകയും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും, അതനുസരിച്ച് നമ്മൾ അവരത് കറക്റ്റ് ചെയ്ത് പുതിയ വേർഷൻ ഇറക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുക. ചിലപ്പോൾ ചില പോപ്പുലർ പ്രോഡക്റ്റ്, ഇപ്പം മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ PPT പ്രസന്റേഷൻ, നമ്മുടെ പവർ പോയിന്റ്, ഇതിലൊക്കെ പുതിയ പുതിയ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്ത് ഓരോ പുതിയ വേർഷൻസ് ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഡിസൈൻ തന്നെ ഇംപ്രൂവ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇംപ്ലിമെന്റ് എൻഹാൻസ്മെന്റ്സ്, അത് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എടുത്താലും, ഇപ്പൊ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ AutoCAD ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഒക്കെ തന്നെ ഇവോൾവ് ചെയ്ത് വരികയാണ്.
അത് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അത് ഈ മെയിൻ്റനൻസ് സ്റ്റേജിൽ ചെയ്യുന്നതാണ്. ഇന്റർഫേസ് വിത്ത് അതർ സിസ്റ്റംസ്. നമ്മളിപ്പോൾ ഒറിജിനലി നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിന്റെ കമ്പാറ്റബിലിറ്റി വിത്ത് ഇപ്പോൾ പ്രിന്റേഴ്സ്, ഇപ്പോൾ ഒരു വേർഡ് പ്രോസസ്സർ ആണെങ്കിൽ അത് എല്ലാ പ്രിന്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡ് ഓഫ് പ്രിന്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത വേർഷൻ ഇറക്കുമ്പോൾ അതിനെയും കൂടി ആഡ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. അപ്പൊ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഡിവൈസുമായിട്ടുള്ള ഇന്റർഫേസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ കമ്പോണൻസുമായിട്ടുള്ള ഇന്റർഫേസ്, മൈഗ്രേറ്റ് ലെഗസി സോഫ്റ്റ്വെയർ, റിട്ടയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ സോഫ്റ്റ്വെയർ ഇപ്പം നമുക്കറിയാം പണ്ട് പാസ്റ്റിലി ഉപയോഗിച്ചിരുന്ന പല സോഫ്റ്റ്വെയർ ഇപ്പോഴില്ല. പുതിയ അതിനേക്കാൾ മെച്ചപ്പെട്ട ഇപ്പൊ ലോട്ടസ് 123 ഒരു വളരെ പോപ്പുലർ ആയിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഇപ്പം മൈക്രോസോഫ്റ്റ് എക്സലും അതുപോലുള്ള ആപ്ലിക്കേഷൻസും പുതിയതായിട്ട് വന്നതോടുകൂടി അത് ഓൾമോസ്റ്റ് ഇല്ലാതായിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അത് ഒരു കൺസെപ്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിൽ തുടങ്ങി അത് SRS ഉണ്ടാക്കി ഡിസൈൻ ചെയ്തു, കോഡ് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു, അത് യൂസ് ചെയ്തു. ആ യൂസിങ് സ്റ്റേജ് മുഴുവൻ അത് നമ്മുടെ അതിന്റെ മെയിൻ്റനൻസ് സ്റ്റേജ് ഉണ്ട്. അതിനുശേഷം അതിനൊരു ലൈഫ് ഉണ്ട്. അത് അവിടെ അവസാനം റിട്ടയർ ചെയ്യും. അതിനുശേഷം അതിനേക്കാൾ മെച്ചപ്പെട്ട സാധനങ്ങൾ അതിനെ ടേക്ക് ഓവർ ചെയ്യും, അല്ലെങ്കിൽ അതിനെ സക്സീഡ് ചെയ്യും. അതാണ് ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ്റനൻസ് ഫീൽഡിൽ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇതിന്റെ എക്സസൈസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഇന്ന് തന്നെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.